ഇന്നിപ്പോൾ ജിമ്മി യു ഡി എഫിൻ്റെ പ്രകടന പത്രിക ഉണ്ട്. ഒപ്പം ഉണ്ടാവും യു ഡി എഫ് എന്നുള്ളതാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. അതിൽ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുന്നതടക്കമുള്ള വാഗ്ദാനങ്ങളുണ്ട്. 5 വർഷത്തിനുള്ളിൽ കൊടുക്കും എന്നാണ് പറയുന്നത്. ആശാ വർക്കർമാർക്ക് 2000 രൂപ പ്രതിമാസം തദ്ദേശ സ്ഥാപനങ്ങൾ ഇൻസെൻറ്റീവായിട്ട് കൊടുക്കും എന്നാണ് പറയുന്നത്. ഇതടക്കം അധികം വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. ഇതടക്കം കാര്യമാത്രമായ കുറേ കാര്യങ്ങൾ തദ്ദേശ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെയായി വിമതശല്യമുണ്ട്. അത് കൂടുതലും പതിവ് പോലെ യു ഡി എഫിലാണ്. എന്നാൽ എൽ ഡി എഫിലുമുണ്ട്. പോര് കടുക്കുമോ? പോര് കടുക്കുന്നത് മാത്രമല്ല, കേരളം കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും വാശിയേറിയ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പ്രധാനമന്ത്രിയെ മുൻനിർത്തി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരം നടക്കുന്നു? തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ജയിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരും. അദ്ദേഹം വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കും. അങ്ങേ അറ്റം ഇറങ്ങി കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് BJPയുടെ സംബന്ധിച്ചിടത്തോളം 15% വോട്ട് അവരുടെ പെട്ടിയിലുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ആ 15% വോട്ടിൽ നിന്ന് BJP ഇത്തവണ കുറച്ചുകൂടെ കാര്യമായി മുന്നോട്ട് പോകാൻ പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ അവർ കാല് എടുത്ത് വെക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ ഹിന്ദു വോട്ടുകളുടെ അധിക സമാഹരണം. അത് കോൺഗ്രസിനെയാണ് ഒരു കാലത്ത് പേടിപ്പിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ഇടതുപക്ഷത്തെയും CPMനെയും പേടിപ്പിച്ചിട്ടാണ് ഇപ്പോൾ തദ്ദേശത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ BJPയാണ് ഇതിനകത്ത് ഏറ്റവും മാസ്റ്റർ ഫിഗറായിട്ട് നിൽക്കാൻ പോകുന്നത്. അവരെന്താണ് പ്ലാൻ? അവരെത്ര വോട്ട് സമാഹരിക്കും? ആരുടെയൊക്കെ വോട്ട് മാറ്റും എന്നുള്ളതാണ്. 2 മുനിസിപ്പാലിറ്റി ഉള്ളൂ BJPയുടെ കയ്യിലെന്ന് ഓർക്കണം. വളരെ കുറച്ച് ഗ്രാമപഞ്ചായത്തുകളേ ഉള്ളൂ. മുനിസിപ്പാലിറ്റികളിൽ സത്യത്തിൽ പന്തളം ഇത്തവണ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടുന്ന് ലഭിക്കുന്ന വിവരം. പന്തളത്ത് UDF പിടിമുറുക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. LDFും വളരെ ശക്തമായി അവിടെ തന്നെയുണ്ട്. പക്ഷേ BJP ഓരോ സ്ഥലങ്ങളിലും സജീവ സാന്നിധ്യമാകുമെന്ന് നമ്മൾ വിചാരിച്ചെടുത്ത് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, പക്ഷേ BJPക്ക് കാര്യമായ സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. 24,000-ഓളം സീറ്റുകളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ളത്. BJPക്ക് നമ്മൾ ആദ്യം 2-3 ദിവസം മുമ്പ് നമുക്ക് വാർത്ത വരുമ്പോൾ 17,000 BJP പറഞ്ഞു അത്രയല്ല, ഞങ്ങൾക്ക് 20,000-ന് മുകളിലുണ്ട്. നോക്കൂ, അപ്പോഴും BJPക്ക് കാര്യമായി എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ടില്ല. എങ്കിലും ഇപ്പോൾ BJPക്ക് ന്യൂനപക്ഷ മേഖലയിൽ BJPക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റുമെന്ന് നമ്മളും വിചാരിക്കുന്നില്ല. അത് പോട്ടെ. പക്ഷേ BJP എത്ര വോട്ട് പിടിക്കുമെന്നുള്ളത് ഏറ്റവും ക്രൂഷ്യലായി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. 2 റിബൽ ശല്യമാണ്. ഈ 2020-ഉം 2020 തമ്മിലുള്ള വ്യത്യാസം കുറച്ചുകൂടെ കാര്യമായി മീഡിയ അറ്റൻഷൻ കിട്ടിയ, മീഡിയ പെനിട്രേഷൻ കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഗ്രാമപഞ്ചായത്തിലെയും റിബൽ ശല്യങ്ങളെ നമ്മൾ കാര്യമായി എടുത്ത് മുന്നോട്ട് ഉയർത്തുന്നുണ്ട്. കോൺഗ്രസിൻ്റെ റിബൽ ശല്യം തന്നെ എടുക്കൂ. കോൺഗ്രസിൻ്റെ റിബൽ ശല്യം സത്യത്തിൽ കഴിഞ്ഞ തവണത്തെ അത്രയും തന്നെ ഇത്തവണ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല സ്ഥലങ്ങളിലും അത്രയും ഇല്ല. ഇത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും നേതാക്കൾ ഇറങ്ങി ഈ കാര്യങ്ങൾ പരിഹരിക്കാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴും റിബൽ ശല്യം, നേരത്തെ അരുൺ പറഞ്ഞ പോലെ റിബൽ ശല്യം കോൺഗ്രസിന് തന്നെയാണ് കൂടുതൽ. പക്ഷേ ആദ്യം മുതൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ വാശി ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. CPMനെ സംബന്ധിച്ചോളം CPM ഒരു എണ്ണയിട്ട യന്ത്രമാണ്. കോൺഗ്രസ് ആദ്യം കയറി കോർപ്പറേഷനുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു കൈ മുന്നോട്ട് പോകുമ്പോൾ CPM വളരെ ലാഘവത്തോടു കൂടി അവരുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഒരു തരത്തിലും പ്രകോപിതരാകാതെയാണ് CPM നിന്നതും CPM അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതും. റിബൽ ശല്യം അവിടെയുമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, CPMൻ്റെ സ്ഥാനാർത്ഥികൾ ആരാണ് മേയർ എന്നതിനെ ചൊല്ലി തർക്കം വരുന്നു. ഇതുവരെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചല്ല തെരഞ്ഞെടുപ്പ് CPM നടത്താറുള്ളത്, LDF നടത്താറുള്ളതെന്ന് ഇറങ്ങി ഇന്ന് ഓർമ്മിപ്പിച്ചത് മന്ത്രി ശിവൻകുട്ടിയാണ്. അവിടെ CPMനകത്ത് 2 മേയർ സ്ഥാനാർത്ഥികൾ ഉള്ളതായി പറയപ്പെടുന്നു. എന്തേലും ആട്ടെ, പക്ഷേ ഈ കാര്യത്തിൽ CPMൻ്റെ ഭാഗത്ത് നിന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് യന്ത്രം അവർ സജീവമാക്കി. അത് എങ്ങനെയാണോ ഇതുവരെ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് വളരെ എഫേർട്ട് എടുത്ത് കാര്യമായി അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിലും നല്ല സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നതിലുമൊക്കെ വളരെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചു എന്നുള്ളത് ചോദിച്ചാൽ അത് എങ്ങനെയാണ് കണക്ക് കൂട്ടുക? അസംഖ്യം ഗ്രാമപഞ്ചായത്തുകളുണ്ട്, മുനിസിപ്പാലിറ്റികളുണ്ട്, കോർപ്പറേഷനുണ്ട്. ഇത് ഏത് വെച്ചാൽ നിങ്ങൾ കണക്ക് കൂട്ടുക? ഒപ്റ്റിക്സാണ് പ്രധാനം, ദൃശ്യമാണ് ഏറ്റവും പ്രധാനം. 6 കോർപ്പറേഷനുകൾ 5-1 എന്ന ദയനീയ സ്ഥിതിയായിരുന്നു UDF കഴിഞ്ഞ തവണ. LDF എറണാകുളം അടക്കം തൃശ്ശൂർ അടക്കം പിടിച്ചെടുത്തിട്ടാണ് നിന്നത്. ഇത്തവണ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരും എറണാകുളവും പിടിച്ചെടുത്തേ പറ്റൂ. അതൊരു പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആണ്. അവരുടെ കയ്യിലിരുന്ന 2 സ്ഥലങ്ങളാണ്. അപ്പോഴാണ് എറണാകുളത്തെ വിമത ശല്യം ഏറ്റവും അവസാനമാകുമ്പോഴത്തേക്കും സജീവമായത്. ഏതാ VD സതീശൻ പ്രതിപക്ഷ നേതാവ് നേരിട്ടിറങ്ങി പ്രവർത്തിച്ചു എന്ന് പറയുന്ന എറണാകുളത്താണ് ഏറ്റവും അവസാനമാകുമ്പോൾ വിമത ശല്യം സജീവമായത്. അവിടെ കുറേ സ്ഥാനാർത്ഥികളെയൊക്കെ മാറ്റിയെങ്കിലും അകത്ത് ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഇപ്പോഴും പറയുന്നു. എറണാകുളവും തൃശ്ശൂരും കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും 5-1 സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിഷയം. പക്ഷേ തിരുവനന്തപുരം എല്ലാ കണക്കുകൂട്ടലുകളും മാറ്റിമറിക്കുകയാണ്. തിരുവനന്തപുരത്ത് കോൺഗ്രസ് സജീവമാകുന്നു. BJP പണ്ടേ സജീവമാണ്. CPM നേരത്തെ തന്നെ ഭരിക്കുന്ന കോർപ്പറേഷനാണ്. തിരുവനന്തപുരത്ത് മോദി ജയിച്ചാൽ മോദി വരും എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരായിരിക്കും ജയിക്കുക? സാധ്യതയുള്ളത് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഈ സ്ഥലത്ത് ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സ്ഥിതി വരെയുണ്ട്.
അതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കാര്യം. കൊല്ലം LDF ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്, LDF തന്നെ ജയിക്കും. മുകളിലോട്ട് പോയാൽ കണ്ണൂർ UDFൻ്റെ കാര്യത്തിന് പേരതാണെങ്കിലും അത് അവരുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. പക്ഷേ ബാക്കിയുള്ള കോർപ്പറേഷനുകൾ വലിയ പാടാണ്. എറണാകുളവും തൃശ്ശൂരും ഒക്കെ കണ്ടറിയണം. മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ നെക്ക് ടു നെക്കായിരുന്നു, 42-43 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, കഴിഞ്ഞ തവണ നമ്മൾ പറയും സാധാരണ തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലോ അതിനു മുമ്പുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ഒരു ബന്ധവുമില്ല നമ്മൾ പറയും. പക്ഷേ 2020 തിരഞ്ഞെടുപ്പ് ഒരു വാഷ് ഔട്ടായിരുന്നു UDFനെ സംബന്ധിച്ചിടത്തോളം. LDF തൂത്തുവാരിയതാണ്. 11 ജില്ലാ പഞ്ചായത്തുകളാണ് പിടിച്ചെടുത്തത്. അതിനുശേഷം നിങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ LDF ജയിച്ച മിക്കവാറും എല്ലാ നിയമസഭാ സീറ്റുകളിലും അവിടുത്തെ വോട്ട് എടുത്തു നോക്കിയാൽ തദ്ദേശത്തിൽ അത് LDF ജയിച്ച സ്ഥലങ്ങളാണ്. അങ്ങനെ ആദ്യമായി നമുക്കൊരു പാരൽ കൂടി കണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണത്തേത്. അതുപോലെ ഒന്ന് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരു ഭയം എല്ലാവരുടെയും മനസ്സിലുണ്ട്. 2020 പാറ്റേൺ ആണെങ്കിൽ 2020 ജയിച്ച LDF അതേ വിജയം 2021 ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇതേ പാറ്റേൺ 2025 ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ LDFന് സെമി ഫൈനൽസ് ജയിച്ചു, ഫൈനലിലേക്ക് വരുന്ന ഇതേ ടീം വളരെ ദുർബലമായിരിക്കും എന്ന് ആശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രാദേശിക പ്രശ്നങ്ങളാണ് സാധാരണ വരുന്നതെങ്കിലും ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ ആണെങ്കിലും ജയിച്ചേ പറ്റൂ. തദ്ദേശ വിഷയമായാലും സംസ്ഥാന വിഷയമായാലും ജയിച്ചേ പറ്റൂ എന്ന പ്രശ്നം UDFനുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഒരു പക്ഷേ 2020 ആവർത്തിച്ചാൽ, അതേ രീതി ആവർത്തിച്ചാൽ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും, ആര് അധികാരത്തിൽ വരും എന്നതിൻ്റെ സൂചനയായി മാറും. അവിടെയാണ് BJPയുടെയും പ്രാധാന്യം. BJP എത്ര വോട്ട് കട്ട് ചെയ്യും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറും. ഇനി റിബലുകളുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ മാത്രമല്ല LDFൻ്റെ CPMൻ്റെ കയ്യിലും CPIയുടെ കയ്യിലൊക്കെ റിബലുകളുണ്ട്. ആലപ്പുഴയിൽ മുമ്പ് ഒരിടത്താണ് CPM CPI നമ്മൾ മത്സരിച്ചിരുന്നെങ്കിൽ 3 മത്സരിക്കുന്നുണ്ട്. പക്ഷേ നോക്കൂ, ഇതെല്ലാം ഒരു ജില്ലയുടെ പൊതുചിത്രം അനുസരിച്ചിരിക്കും. ഇപ്പോൾ ആലപ്പുഴയിൽ എത്ര വലിയ സംഭവം ഉണ്ടായാലും ജില്ലാ പഞ്ചായത്ത് CPMൻ്റെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ LDFൻ്റെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നില്ല. മലപ്പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ എത്ര വൈശല്യം ഉണ്ടെങ്കിലും മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് അത് UDFൻ്റെ കയ്യിൽ, ലീഗിൻ്റെ കയ്യിൽ ഉറച്ചിരിക്കും. പക്ഷേ ആടി നിൽക്കുന്ന മധ്യ കേരളത്തിലെ സ്ഥലങ്ങളിൽ, ഇപ്പോൾ കേരള കോൺഗ്രസ് 2020 മറുകണ്ഠം ചാടിയപ്പോഴാണ് LDFന് വളരെ വലിയ മേൽക്കൈ മധ്യ കേരളത്തിലുണ്ടായത്. ഇടുക്കിയിലുണ്ടായി, കോട്ടയത്തുണ്ടായി, അതുപോലെ തന്നെ പത്തനംതിട്ടയിലുണ്ടായി. പത്തനംതിട്ടയിലൊക്കെ ഗംഭീര വിജയമാണ് ഉണ്ടായത്. ഇത് ഇത്തവണയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കേരള കോൺഗ്രസ് LDF മുന്നണിയിലെത്തി 5 വർഷം കഴിഞ്ഞ് വരുന്നൊരു തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് സംബന്ധിച്ചോളം അവർ ഏറ്റവും കൂടുതൽ വോട്ട് ഈ തദ്ദേശത്തിലായാലും അടുത്ത നിയമസഭയിലായാലും അവർ പ്രതീക്ഷിക്കുന്ന സ്ഥലം മധ്യ കേരളമാണ്. മധ്യ കേരളം എങ്ങനെയിരിക്കും? ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ഒരു പരിധി വരെ തൃശ്ശൂരെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഒരുവിധം പരിഹരിച്ച് കഴിഞ്ഞു എന്നൊക്കെയാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും അവസാനം കണക്കൂട്ടുമ്പോഴും കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലുമൊക്കെ പ്രശ്നങ്ങൾ പല രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിഷയം. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എങ്ങനെയാണ് അവരുടെ റിബലുകളെ, അവരുടെ സത്യത്തിൽ ഇത്തവണ നേതാക്കൾ ഇറങ്ങി സജീവമായി പ്രവർത്തിച്ച് പലയിടത്തും റിബലുകളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്ന ഇതൊക്കെ പലതും നമ്മൾ കണ്ടു. പക്ഷേ അത് താഴെത്തട്ടിൽ ആ ഫോർമുല ചിലപ്പോൾ സ്ഥാനാർത്ഥികൾ പിന്മാറിയത് കൊണ്ട് മാത്രം വോട്ടെല്ലാം ശരിക്കുള്ള സ്ഥാനാർത്ഥിക്ക് കിട്ടിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി റിബൽ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും ആ റിബൽ സ്ഥാനാർത്ഥി വോട്ട് പിടിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് സത്യത്തിൽ അനുനയ നീക്കങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ നീക്കങ്ങൾ എത്രത്തോളം മുന്നോട്ട് വരും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ചുരുക്കത്തിൽ എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടങ്ങുമ്പോൾ കോൺഗ്രസിനുണ്ടാകുന്ന ഒരു ഡ്രോബാക്ക് അവരുടെ വിമത ശല്യവും സ്ഥാനാർത്ഥികളുടെ കൺഫ്യൂഷനുമാണ്. അതേ കൺഫ്യൂഷൻ അവരുടെ സംഘടനാ ദൗർബല്യം കൊണ്ട് ഇത്തവണയും ഉണ്ട് എന്നുള്ളത് വസ്തുതയായിരിക്കെ തന്നെ കുറച്ചുകൂടെ ഒരു ബെറ്റർ പ്ലേയിങ് ഫീൽഡിലേക്ക് ഇറങ്ങാൻ കോൺഗ്രസ് കുറച്ചുകൂടെ തയ്യാറായിരുന്നു. ആ തയ്യാറെടുപ്പിൻ്റെ എല്ലാ അഡ്വാൻറ്റേജും അവർക്ക് കിട്ടാം. പക്ഷേ കേരളം മൊത്തം നിൽക്കുമ്പോൾ 14-3 എന്ന ജില്ലാ പഞ്ചായത്തും 5-1 എന്ന കോർപ്പറേഷനും 43-42-2 എന്ന മുനിസിപ്പാലിറ്റികളുടെയും സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ? കോർപ്പറേഷനിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാം, മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും. BJPയുടെ കാര്യത്തിൽ ഈ 2 മുനിസിപ്പാലിറ്റി, അതിലൊന്ന് പാലക്കാടാണ്. ആ പാലക്കാട് ജില്ലയിൽ കാര്യമായി പല സ്ഥലങ്ങളിലും കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന പ്രധാന പ്രതിപക്ഷമായിരുന്ന ഗ്രാമപഞ്ചായത്തിൽ പോലും അവർക്ക് സ്ഥാനാർത്ഥികളില്ല എന്നൊരു പ്രശ്നമുണ്ട്. BJPക്ക് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെ മോദിയുടെ അടക്കം അനുവാദത്തോടു കൂടിയാണ്, മോദി പറയാതെ 40 ദിവസം കഴിഞ്ഞ് അദ്ദേഹം വരുമെന്ന് പറയാനാവില്ലല്ലോ, മോദിയുടെ അടക്കം അനുഗ്രഹാശിസുകളോടെ ഈ തെരഞ്ഞെടുപ്പിനെ ഫൈറ്റ് ചെയ്യുമ്പോൾ BJPക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ, BJPക്ക് സ്ഥാനാർത്ഥികളെ എല്ലായിടത്തും ഫീൽഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം ഒരു ഡ്രോബാക്കായി മാറാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടായാൽ അത് ഹിന്ദു വോട്ടുകളുടെ ഒരു വിഘടനത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരിക്കാം. ഇടതുപക്ഷത്തിന് ആശ്വസിക്കാനും സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഭയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതാണ്. ചുരുക്കത്തിൽ ഇതെല്ലാം, ഞാനീ പറഞ്ഞതെല്ലാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാധകമായ വിശകലനങ്ങളാണ്. ഇതെല്ലാം
ഇപ്പുറത്തും ബാധകമാണ്. അവിടെ തദ്ദേശത്തിൽ BJPയുടെ പ്രകടനമാണ് ഞാൻ വളരെ കൗതുകത്തോടെ നോക്കാൻ ആഗ്രഹിക്കുന്നത്. BJP എങ്ങനെ പെർഫോം ചെയ്യും? കഴിഞ്ഞ തവണത്തെ 15%, കഴിഞ്ഞ തവണത്തെ 2 മുനിസിപ്പാലിറ്റി, ഇതെങ്ങനെയിരിക്കും പെർഫോം ചെയ്യുക? തൃശ്ശൂരിൽ BJP തിരുവനന്തപുരത്തെ പ്രതിപക്ഷ സ്ഥാനം തിരുവനന്തപുരത്ത് ഒരു പക്ഷേ BJPക്ക് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു ജില്ല കൂടിയാണ്. ആ ജില്ലയിൽ BJPയുടെ സ്ഥാനാർത്ഥിത്വം, BJPയുടെ മത്സരം സജീവമാകുമ്പോൾ തന്നെ പെട്ടെന്നൊരു സർപ്രൈസ് എൻട്രി ആയിട്ട് കോൺഗ്രസ് വന്ന് ഈ വോട്ടുകളെ ചതറിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ? അതോ കോൺഗ്രസും CPM തമ്മിലുള്ള, അല്ലെങ്കിൽ LDFും UDFും തമ്മിലുള്ള മത്സരത്തിൽ മറുവശത്തോടെ BJP ജയിച്ചു കയറുമോ? തിരുവനന്തപുരവും വളരെ കൗതുകകരമായൊരു മത്സരം നടക്കുന്ന സ്ഥലമാണ്. ഇതാണ് എനിക്കിതിനെ സംബന്ധിച്ച് ശക്തമായ മത്സരമാണ്, അതിശക്തമായ മത്സരം. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായിരിക്കുമെന്ന് മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇപ്പോൾ തന്നെ കരുതുന്നു എന്നുള്ളതാണ്. സാധാരണ അങ്ങനെയല്ല, പക്ഷേ 2020 ഓർമ്മയിൽ അതുണ്ടാവാനുള്ള സാധ്യതയാണ് എല്ലാവരും മുന്നിൽ കാണുന്നത്. Meet the editors.